ഇന്നത്തെ വീഡിയോ നല്ലൊരു ഹൊറർ ആനിമയെ കുറിച്ചാവാം. ഉസുമാക്കി എന്നാണ് ഈ സീരീസിന്റെ പേര്. യുൻജി ഇത്തോ എഴുതിയ 20 ചാപ്റ്റേഴ്സ് ഉള്ള ഒരു മാംഗയുടെ അഡാപ്റ്റേഷനാണ് ഈ ആനിമെ. മാംഗയിൽ 20 ചാപ്റ്റർ ഉണ്ടെങ്കിലും ആനിമയിൽ വെറും 4 എപ്പിസോഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ സീരീസിന്റെ ആദ്യത്തെ എപ്പിസോഡ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. വളരെ പേടി തോന്നിപ്പിക്കുന്ന ഒരു എപ്പിസോഡ് തന്നെയായിരുന്നു അത്. ഉസുമാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പൈറൽ എന്നാണ് അർത്ഥം. ഈ കഥ മുന്നോട്ട് പോകുന്നത് പോലും സ്പൈറൽ ബേസ് ചെയ്തിട്ട് തന്നെയാണ്. കഥ നടക്കുന്നത് കുറോസ എന്ന പേരുള്ള ഒരു ചെറിയ ടൗണിലാണ്. അവിടെ കിരി എന്ന പേരുള്ള ഒരു പെൺകുട്ടിയുണ്ട്. ഇവൾക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ട്. അവൻ്റെ പേര് സൂചി എന്നാണ്. അവൻ്റെ അച്ഛൻ കുറച്ച് ദിവസങ്ങളായി മാനസികമായി പല പ്രശ്നങ്ങളുള്ളതുപോലെ കാണിക്കുന്നു. സ്പൈറൽ ഷേപ്പിലുള്ള വസ്തുക്കളെ ഒരുപാട് നേരം നോക്കി നിൽക്കുക, ആ ഷേപ്പിലുള്ള വസ്തുക്കളെ മാത്രം ഉപയോഗിക്കുക. അയാളുടെ റൂമിൽ പോലും ഈ ഷേപ്പിലുള്ള വസ്തുക്കൾ മാത്രമേ ഉള്ളൂ. അയാൾ ഈ വസ്തുക്കളെ നോക്കിയിരിക്കുമ്പോൾ മുന്നോട്ട് പോകുന്ന ഒരു കാറിൻ്റെ ടയർ കറങ്ങുന്നത് പോലെ അയാളുടെ കണ്ണ് കറങ്ങിക്കൊണ്ടേയിരിക്കും. ഒരു ദിവസം മനഃപൂർവ്വം അയാൾ അതേ ആകൃതിയിലുള്ള ഒരു ബോക്സിൽ അയാളുടെ ശരീരം സ്പൈറൽ പോലെ വളച്ച് അതിനകത്തേക്ക് പോകുന്നു. അങ്ങനെ വളഞ്ഞതുകൊണ്ട് തന്നെ അയാൾ അപ്പോൾ തന്നെ മരണപ്പെടുകയും ചെയ്യുന്നു. അയാളുടെ ശരീരം ദഹിപ്പിച്ചപ്പോഴുണ്ടായ പുക പോലും ഈ സ്പൈറൽ ഷേപ്പിൽ തന്നെയാണ് ആകാശത്തേക്ക് പോയത്. ആ പുകയിൽ അയാളുടെ തല അയാളുടെ ഭാര്യയ്ക്ക് വ്യക്തമായി കാണാമായിരുന്നു. ഇത് കണ്ട് പേടിച്ച അവർ ശരീരത്തിൽ എവിടെയൊക്കെ സ്പൈറൽ ഷേപ്പിലുള്ള വസ്തുക്കളുണ്ടോ അതൊക്കെ ഇല്ലാതാക്കുന്നു. ഉദാഹരണത്തിന് തലമുടി, സ്വന്തം കൈരേഖയൊക്കെ കത്രിക ഉപയോഗിച്ച് മുറിച്ച് കളയുകയാണ് അവർ ചെയ്യുന്നത്. ഈ സംഭവങ്ങളൊക്കെ അവിടെ നടക്കുന്നത് കൊണ്ട് തന്നെ എന്തോ ഒരു തരത്തിലുള്ള ശാപത്തിലാണ് ആ ടൗൺ ഉള്ളതെന്ന് വ്യക്തമാണ്. കൂടാതെ ആദ്യത്തെ എപ്പിസോഡിൽ തന്നെ അസാമി എന്നൊരു പെൺകുട്ടിയെയും കാണിക്കുന്നുണ്ട്. അവളുടെ തലയിൽ ഒരു വലിയൊരു ദ്വാരം ഉണ്ടാകുകയും അവളുടെ മുഴുവൻ ശരീരവും ആ ദ്വാരത്തിലേക്ക് പോവുകയും ചെയ്യും. ഇങ്ങനെയുള്ള ഒരുപാട് വിചിത്രമായ സംഭവങ്ങളാണ് അവിടെ താമസിക്കുന്ന എല്ലാവർക്കും നേരിടേണ്ടി വരുന്നത്. ഇതുപോലെ ആ ടൗണിൽ സംഭവിക്കുന്ന വിചിത്രമായ സംഭവങ്ങളാണ് മാംഗയിലും ഉള്ളത്. അതും പല പല ഡാർക്കായ സംഭവങ്ങൾ. ആദ്യത്തെ 4 ചാപ്റ്റേഴ്സാണ് ഒന്നാമത്തെ എപ്പിസോഡിൽ അഡാപ്റ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെയും വിചിത്രമായ ഒരുപാട് സംഭവങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ട്. ആ ടൗണിൽ ഡ്രാഗൺ ഫ്ലൈ പോണ്ട് എന്ന പേരുള്ള ഒരു കുളമുണ്ട്. ആ കുളത്തിലേക്കാണ് ആ ശാപത്തിൽപ്പെട്ടവരുടെ ബോഡി ദഹിപ്പിക്കുമ്പോൾ വരുന്ന പുക പോകുന്നത്. ഈ സംഭവങ്ങളും ആ കുളവുമായി എന്തോ ഒരു ബന്ധമുണ്ട്. ഈ ആനിമയുടെ ആനിമേഷൻ വേറെ ലെവലാണ്. പൂർണ്ണമായും ഒരു മാങ്ക പേജ് കാണുന്നത് പോലെ തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് പൂർണ്ണമായും ഈ സീരീസ് ഉള്ളത്. അപ്പോൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഇന്ന് തന്നെ കാണാൻ തുടങ്ങിക്കോളൂ. ഒരു വാർണിംഗ് തരാം, ഈ സീരീസിൽ കാണുന്ന എല്ലാ കാര്യങ്ങളും ഭയങ്കര ഡാർക്കാണ്. അതുകൊണ്ട് തന്നെ എല്ലാത്തരം പ്രേക്ഷകർക്കും ഇത് കാണാൻ പറ്റിയതല്ല. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.